ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫോട്ടോഷോപ്പിൽ എങ്ങനെ ബൾക്കായിട്ട് സർട്ടിഫിക്കറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അത് നമുക്ക് വേണ്ടത് സാമ്പിൾ സർട്ടിഫിക്കറ്റും ഒരു എക്സൽ ഷീറ്റും ആണ്. പേരുള്ള നെയിംസ് ഇത്രയുള്ള ഒരു എക്സൽ ഷീറ്റാണ്. അപ്പം ആ എക്സൽ ഷീറ്റിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് വേറൊരു ഫോർമാറ്റിലോട്ടാക്കും. അത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ എക്സലിൽ കുറച്ച് പേരുകൾ സജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 10 പേര് ഞാൻ സജസ്റ്റ് ചെയ്തു. എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ കമ്പ്യൂട്ടർ ക്യാപ്പബിലിറ്റിയും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഫയലിൽ പോവുക, എക്സ്പോർട്ട് ചെയ്യുക, അതിനെ ചേഞ്ച് ഫയൽ ടൈപ്പ് കൊടുക്കുക, ടെക്സ്റ്റ് ടാഗ് ഡീലിമിറ്റഡോ CSVയോ കഴിവതും ഇത് ഉപയോഗിക്കുക. ടെക്സ്റ്റ് ഉപയോഗിക്കുക. അത് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഓപ്പൺ ആയി വരും. അത് ഞാൻ ഇപ്പോൾ OS 18 കൊടുക്കുന്നതിന് പകരം ഞാൻ OS 19 കൊടുത്ത് സേവ് ചെയ്തു. അപ്പം അത് സേവ് ആയിട്ടുണ്ട്. എന്നതിന് ശേഷം ഇത് ക്ലോസ് ചെയ്യാൻ മറക്കരുത്. ഇത് ക്ലോസ് ചെയ്യുക സേവ് ചെയ്തതിന് ശേഷം. അതിനുശേഷം ഇവിടെ ടെക്സ്റ്റ് ടൂളിൽ വരിക. ഈ സാമ്പിൾ സർട്ടിഫിക്കറ്റ് ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് സാമ്പിൾ സർട്ടിഫിക്കറ്റ് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഇതിന് ഈ നല്ല ലെങ്ത് കൊടുത്തുകൊണ്ട് ഓപ്പൺ ചെയ്യുക. കാര്യം പേര് വരുമ്പോൾ ഇവിടെ നെയിം റീപ്ലേസ് ചെയ്യപ്പെടും. ക്യാപിറ്റൽ നമ്മൾ അവിടെ ഏത് ഹെഡിങ് ആണോ കൊടുത്തത്, അതായത് എക്സൽ ഷീറ്റിൽ നമ്മൾ എങ്ങനെയാണോ കൊടുത്തത് അതേപടി ഇവിടെയും ടൈപ്പ് ചെയ്യുക. അതിനുശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് അതിന് മോഡിഫിക്കേഷൻ ചെയ്യാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ക്യാരക്ടറിൽ വന്നു കഴിഞ്ഞാൽ ആൾ ക്യാപ്സ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഒറിജിനലി നെയിമിൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം സ്മോൾ ആണ്. അതുകൊണ്ട് അതിൽ ആൾ ക്യാപ്സ് ആയി വരുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ കൺട്രോൾ T ഒതുക്കിക്കൊണ്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കൺട്രോൾ T ഒതുക്കി അഡ്ജസ്റ്റ് ചെയ്ത് ഇത് ഒന്ന് അലൈൻ ചെയ്ത് വെക്കുക. അതിനുശേഷം നിങ്ങളുടെ പേരിൽ എങ്ങനെയൊക്കെ വരണോ, ഐ മീൻ ഫോണ്ട് സൈസ് ഇറ്റാലിക്സ് ആണോ, അങ്ങനെ ഏതെങ്കിലും ഫോണ്ട് പ്രത്യേക ഫോണ്ട് ആണോ, ഞാൻ ഇബി കരാമോണ്ട് എന്നുള്ള ഫോണ്ടാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഞാനിപ്പം അത് സെറ്റ് ചെയ്തു. ഏകദേശം അത് വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഫോണ്ട് കളർ ഇതെല്ലാം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഞാനിപ്പം വൈറ്റ് കളറാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് ബ്ലാക്ക് സെലക്ട് ചെയ്യാൻ വേണമെങ്കിൽ കളറിൽ ചെന്ന് കഴിഞ്ഞാൽ ബ്ലാക്ക് സെലക്ട് ചെയ്യാം. ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി വേണ്ടത് നമുക്ക് ഇവിടെ ലോഡ് ചെയ്യണം. ഈ നെയിമിന് റീപ്ലേസ്മെന്റ് കൊടുക്കണം. അതിനുവേണ്ടി ഇമേജിൽ പോവുക, വേരിയബിൾസ് പോവുക, ഡിഫൈൻ കൊടുക്കുക. ഡിഫൈൻ ചെയ്തിട്ട് ഇവിടെ ഡിഫൈൻ ലെയർ നെയിം ടെക്സ്റ്റ് റീപ്ലേസ്മെന്റ് ടിക്ക് ചെയ്യുക. ടെക്സ്റ്റ് വേരിയബിളിൻ്റെ അവിടെ നെയിം എന്ന് കൊടുക്കുക. നമ്മൾ അവിടെ എക്സൽ ഷീറ്റിൽ കൊടുത്ത അതേ കാര്യം. എന്നിട്ട് ഓക്കെ വിതുക്കുക. ഇതിനെ സേവ് ചെയ്യുക, കൺട്രോൾ S അടിച്ച്. അതിനുശേഷം ഇവിടെ നിങ്ങളൊരു ന്യൂ ഫോൾഡർ Ctrl+Shift+N അടിച്ചിട്ട് ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. ആ ഫോൾഡറിന് സർട്ടിഫിക്കറ്റ് എന്നുള്ള രീതിയിൽ ഞാൻ ഒരു പേര് കൊടുത്തു. അത് ഓപ്പൺ ചെയ്തു. അതിൻ്റെ അകത്ത് sample.psd എന്ന് പറഞ്ഞ ഫോർമാറ്റിൽ ഇത് സേവ് ചെയ്യുക. അപ്പോൾ അത് സേവ് ആയി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പിന്നെ ഇമേജിലോട്ട് പോവുക, വേരിയബിൾസിൽ പോവുക, ഡേറ്റ സെറ്റിൽ പോവുക. അത് ഡിഫൈൻ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഡേറ്റ സെറ്റിന് കൊടുക്കുകയാണ് ചെയ്യാൻ. അപ്പം ഇമ്പോർട്ട് ഇവിടെ വന്നിട്ട് ഇത് ഓപ്പൺ ആകുമ്പോൾ ഇമ്പോർട്ട് കൊടുക്കുക, സെലക്ട് ഫയൽ എടുക്കുക. ഞാനിപ്പോൾ എടുക്കുന്നത് ഡൗൺലോഡ്സിൽ ചെന്നിട്ട് OS 19 ആണ് സെലക്ട് ചെയ്യുന്നത്. ലോഡ് ചെയ്ത് വെച്ചു. ഇത് രണ്ടും ടിക്ക് ആണെന്ന് ശ്രദ്ധിക്കുക. യൂസ് ഫസ്റ്റ് കോളം ഫോർ ഡേറ്റ സെറ്റ് നെയിം, റീപ്ലേസ് എക്സിസ്റ്റിംഗ് ഡേറ്റ സെറ്റ് എന്നുള്ള രീതിയിൽ കൊടുക്കുക. ഓക്കെ ഒതുക്കുക. അപ്പം പേരുകൾ വന്നു തുടങ്ങി. ഇതിന് അപ്ലൈ കൊടുക്കണ്ട, പകരം ഓക്കെ കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്യാൻ പറ്റും അതെല്ലാം കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. ആ ലെങ്ത് കറക്റ്റ് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. എത്രയായാലും നിങ്ങൾക്ക് അങ്ങോട്ട് മാറ്റി ചെക്ക് ചെയ്യാം. എന്നിട്ട് ഓക്കെ ഒതുക്കുക. അതിനുശേഷം ഇത് ചെയ്യേണ്ടത് ഫയലിൽ ചെല്ലുക, എക്സ്പോർട്ട് ചെയ്യുക. അതിൽ ഡേറ്റ സെറ്റ് അസ് ഫയൽസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അത് കൊടുക്കുക. അതിനുശേഷം സെലക്ട് ഫോൾഡർ ചെയ്യുക. ആദ്യമേ മറക്കരുത്, ഫോൾഡർ പ്രധാനമാണ്. ഞാൻ സർട്ടിഫിക്കറ്റിൽ ഫോൾഡർ സെലക്ട് ചെയ്തു. ആ ഫോൾഡറിലേക്ക് ഇതെല്ലാം വരിക. എന്നിട്ട് ഇതെങ്ങനെ പേര് കൊടുക്കണമെന്നുള്ളതാണ്. ഡേറ്റ സെറ്റ് അറ്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞ് ഞാൻ 012 കൊടുക്കുന്നുണ്ട്. നമുക്ക് വേറെയും സെലക്ട് ചെയ്യാൻ പറ്റും. 012 എന്ന് സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഒരു അണ്ടർസ്കോർ വരും. അതിനുശേഷം ഡേറ്റ സെറ്റ് അറ്റ് നെയിം വരും. ഡേറ്റ സെറ്റിന്റെ നെയിം വരും. അതായത് 1_Adityan.psd. അങ്ങനെ എല്ലാ ഡേറ്റ സെറ്റും PSD സേവ് ആകും. ഓക്കെ ഒതുക്കി കഴിഞ്ഞാൽ ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക്
അത് ഇപ്പൊ സേവ് ആയിട്ടുണ്ട്. ആ ലോഡിങ് സിമ്പിൾ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവിടെ ഒരു ബാർ ഓപ്പൺ ചെയ്തിട്ട് കുറെ പേരുണ്ടെങ്കിൽ അത് മീൻസ് ബൾക്കായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനെ വരും. അതിനുശേഷം ഫയലിൽ പോവുക, സ്ക്രിപ്റ്റിൽ പോവുക, ഇമേജ് പ്രോസസ്സറിൽ പോവുക. അതിൽ ഫസ്റ്റ് സെലക്ട് ഫോൾഡർ കൊടുക്കുക. നമ്മൾ ഏത് ഫോൾഡറിനാണ് നമ്മളിപ്പം ചെയ്തു വെച്ചിരിക്കുന്നത്, സർട്ടിഫിക്കറ്റ് ചെയ്തു വെച്ചിരിക്കുന്നു, ആ സർട്ട് എന്നുള്ള എവിടെയാണ് ആ PSDs കിടക്കുന്നത്, ആ PSD ഫയൽസ് എല്ലാം കിടക്കുന്നത്. നിങ്ങൾക്ക് ഇതിന്റെ വ്യത്യാസം അറിയണമെങ്കിൽ നിങ്ങൾ അല്ലാതെ ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ ആയിരിക്കും എല്ലാ PSD ഫയൽസും വന്നത്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നോ ഐറ്റംസ് എന്ന് പറഞ്ഞ് കാണിക്കും, പക്ഷെ അവിടെ ഇത്രയും കുറെ ഫോട്ടോഷോപ്പ് ഫയലുകൾ കിടപ്പുണ്ട്. അത് ഓക്കെ അടിക്കുക. സെലക്ട് ഫോൾഡർ ഇവിടെ കൊടുക്കുമ്പോഴും ഇതേ ഫോൾഡർ തന്നെ സെലക്ട് ചെയ്യുക. അതായത് ആ ഫോൾഡറിനകത്ത് JPEG എന്നൊരു ഫോൾഡർ ക്രിയേറ്റ് ആവും. ആ ഫോൾഡറിനകത്ത് നിങ്ങളുടെ ഈ ചെയ്ത റൺ ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എല്ലാം JPG ഫയൽസ് എല്ലാം അവിടെ വരും. ഇതിൽ ഫയൽ ടൈപ്പിൽ ക്വാളിറ്റി 12 നിങ്ങൾക്ക് കൊടുക്കാം. അത്യാവശ്യം അത് മതിയാവും. എന്നിട്ട് റൺ ചെയ്യുക. റൺ ചെയ്യുമ്പോൾ നിങ്ങളൊന്നും ചെയ്യേണ്ട. അത് കഴിഞ്ഞതിന് ശേഷം കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക്കലി ഒരു സ്ക്രിപ്റ്റ് റൺ ആവുകയാണ്. നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം. അതായത് നിങ്ങൾ ആ ഫോൾഡറിന്റെ അകത്താണ് ഇതെല്ലാം ഉള്ളത്. നിങ്ങളുടെ ഔട്ട്പുട്ട് JPEG എന്നുള്ള ഫോൾഡറിന്റെ അകത്ത് വന്ന് വീഴും. അതുകൊണ്ട് നിങ്ങൾ പുതിയതായിട്ട് അതിനു വേണ്ടി ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ എവിടെയാണോ ആ PSDs സേവ് ചെയ്തിരിക്കുന്നത് ആ ഭാഗം ഓപ്പൺ ആക്കിയാൽ മതി. ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ സർട്ടിഫിക്കറ്റ് ഞാൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഇവിടെ വന്ന് കിടപ്പുണ്ട് ആ PSDs JPEG എന്നൊരു ഫോൾഡർ. ഇതെല്ലാം ക്രിയേറ്റ് ആയിട്ടുണ്ട്. സാമ്പിളാണ് നമ്മളെ ഒറിജിനൽ സർട്ടിഫിക്കറ്റിന്റെ PSD. ബാക്കിയെല്ലാം ആ നെയിമിന് വേണ്ടി ഉണ്ടായ PSD ആണ്. അതിനെയാണ് എക്സ്പോർട്ട് ചെയ്ത് കിട്ടുന്നത്. സാമ്പിൾ നമുക്ക് മാറ്റിയിടുന്നത് എപ്പോഴും നല്ലതാണ്, അല്ലെങ്കിൽ സാമ്പിളും എക്സ്പോർട്ട് ആവും ആ ഒറ്റയുള്ള. അതുകൊണ്ട് ഈ സാമ്പിൾ എപ്പോഴും ഈ ഫോൾഡറിന്റെ അകത്തുണ്ട്. ഈ ഫോൾഡറിന് പുറത്തിട്ടാൽ മതി. ഈ ഫോൾഡറിനുള്ളിൽ ഈ നമ്പേഴ്സ് ഉള്ള കാര്യങ്ങൾ മാത്രം വന്നാൽ മതി. അതായത് ഈ പേരുകൾ മാത്രം വന്നാൽ മതി. മെയിൻ സാധനം തൊട്ട് ബാക്കിലുള്ള ഡയറക്ടറിയിൽ കടന്നാൽ മതി. അതാണ് കറക്റ്റ്. അപ്പം നമുക്ക് അത് കംപ്ലീറ്റ് ആയോ എന്ന് ചെക്ക് ചെയ്യാം. കംപ്ലീറ്റ് ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അതിൽ പോയിട്ട് ഡൗൺലോഡ്സിൽ സർട്ടിഫിക്കറ്റ്സിൽ JPEG എടുത്തു കഴിഞ്ഞാൽ യെസ് വന്നിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, സാമ്പിൾ ഉൾപ്പെടെ നമുക്ക് എക്സ്പോർട്ട് ആയി വന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണ് സർട്ടിഫിക്കറ്റ് എക്സ്പോർട്ട് ചെയ്യേണ്ടത്. ഇതെല്ലാം നിങ്ങൾക്ക് ഒരു ഗൂഗിൾ ഡ്രൈവിലോ മറ്റോ ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. അല്ല, ഇതിനെ PDF ആക്കണമെങ്കിൽ ഓൺലൈൻ സംവിധാനങ്ങളുണ്ട്. അതിൽ ബേസ് ഇതിനെ PDF ആക്കി അയക്കാം. പിന്നെ നിങ്ങൾക്ക് ഇപ്പം മെയിൽ ഓട്ടോമേറ്റ് ചെയ്ത് അയക്കണമെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതെങ്ങനെ ഗൂഗിൾ ഡോക്സ് വഴി ഗൂഗിൾ ഷീറ്റ്സ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ മെയിൽ മർജും അതെല്ലാം ഉപയോഗിച്ച് ഓട്ടോമേറ്റ് ചെയ്ത് പേഴ്സണൽ മെസ്സേജസ് പോലെയൊക്കെ അയക്കാൻ പറ്റുന്ന എങ്ങനെയാണ് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ഇത് ഓഫ്ലൈൻ ആയിട്ട് ചെയ്യുന്നത്, അത് ഓൺലൈൻ ഓട്ടോമാറ്റിക് ഓൺ ട്രിഗേഴ്സ് ചെയ്യുന്നതാണ്.